കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇനിയും എന്തോ ഈ കഥക്ക് ബാക്കിയായി താൻ കേൾക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്ത്? പാർത്തിയുടെ ഹൃദയം മുന്നത്തേക്കാൾ വേഗത്തിൽ ഇടിച്ചു തുടങ്ങി. നീ അമ്മയോട് പൊറുക്കണം പാച്ചു. മറച്ചു വെക്കേണ്ടി വന്ന് എനിക്ക് നിന്നിൽ നിന്ന്. തൊണ്ടക്കുഴിയിൽ നിന്ന് അടക്കി പിടിച്ച കരച്ചിലോടെ ചാന്ദിനി ബാക്കി കഥയോടെ പറയാനൊരുങ്ങുമ്പോൾ പാർത്തിയുടെയും തിങ്കളുടെയും കണ്ണുകൾ പരസ്പരം ഒന്നിടഞ്ഞു. ആദ്യമായി അവന്റെ കണ്ണിൽ കുസൃതിയും കുറുമ്പും പ്രണയവും ദേഷ്യവും വാശിയും വീറുമല്ലാതെ മറ്റൊരു ഭാവം തിങ്കൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവന്റെ ആ നോട്ടത്തിൽ നിന്ന് കണ്ണുകൾ പെട്ടെന്ന് മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. തിങ്കൾ മിഴികൾ പതി അവനെ നോക്കി ചിമ്മി. ഒന്നുമില്ലെന്ന പോലെ. അതിൽ നിന്നൊരു ആശ്വാസം അവന് കിട്ടിയിട്ടുണ്ട്. അവന്റെ നോട്ടം വീണ്ടും ചാന്ദിനിയുടെ അടുത്തേക്കായി. ആ അപകടത്തിന് ശേഷം അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ചാന്ദിനിയുടെയും അനിരുദ്ധിന്റെയും പ്രണയം വെളിവായി. എങ്ങനെ അതറിയാതിരിക്കും? അച്ഛനിൽ നിന്ന് അനിരുദ്ധന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ അലറി വിളിച്ച് കരഞ്ഞില്ലേ അവൾ? തളർന്നു വീണു പോയില്ലേ? എത്ര വിളിച്ചിട്ട് എഴുന്നേറ്റില്ല അവൾ. രാമൻ വണ്ടി വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബോധം തിരികെ വന്ന നിമിഷം അനിരുദ്ധം മരിച്ചിട്ടില്ലെന്ന വാർത്തയെ അവൾ കേട്ടു. അതിനൊപ്പം കരണം പൊളിച്ച അച്ഛന്റെ കയ്യിൽ നിന്നൊരടിയും അപ്പോൾ തന്നെ അവൾ കിട്ടി. ആദ്യമായിട്ടാണ് അച്ഛൻ തന്നെ തല്ലിയത്. സാരമില്ല, അനിയനെ സ്നേഹിച്ചു പോയതുകൊണ്ടല്ലേ, ഞാൻ സഹിച്ചു. പക്ഷെ അത് കഴിഞ്ഞ അച്ഛനും ഒപ്പം അമ്മയും നെഞ്ചത്തടിച്ച് കരഞ്ഞെലവിളിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ തങ്ങളുടെ ജീവന്റെ അംശം തുടിച്ചു തുടങ്ങിയെന്നുള്ള സത്യം താൻ മനസ്സിലാക്കിയത്. എന്താണ് അച്ഛനോട് അമ്മയോട് മറുപടി പറയേണ്ടതെന്ന് ചാന്ദിനിക്ക് അറിവില്ലായിരുന്നെങ്കിലും തന്റെ ഉദരത്തെ അവൾ അപ്പോൾ തന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. മാനം രക്ഷിക്കാനായി അതിനെ ഇല്ലാതാക്കാമെന്നൊരു ചിന്ത തന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ കയറിക്കൂടുന്ന അവൾ അറിഞ്ഞു. അടുത്ത നിമിഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ കുഞ്ഞിന്റെ ഒപ്പം താനും പോകുമെന്ന് തീർത്ത് പറഞ്ഞു ചാന്ദിനി. തന്റെയും അനിയേട്ടന്റെയും ജീവനാണത്. എല്ലാം മാറിക്കഴിഞ്ഞ് അനിയേട്ടൻ തന്നെ തേടി വരുമ്പോൾ എന്റെ കുഞ്ഞിനെ നീ കൊന്നോ എന്ന് ചോദിക്കില്ലേ? ആ അപകടത്തിന് ശേഷം 1.5 മാസം എടുത്തു അനിരുദ്ധൻ ആശുപത്രിയിൽ നിന്ന് മേലെടുത്ത് തിരിച്ചെത്താൻ. അപ്പോഴേക്കും മകളുടെ സങ്കടം കണ്ട് മനംനൊന്ത് തന്നെ എന്ത് ചെയ്താലും സാരമില്ല തന്റെ മകൾക്ക് വേണ്ടി വിശ്വംഭരന്റെ മുമ്പിൽ ചെന്ന് രാമൻകുട്ടി കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അനിരുദ്ധനും ചാന്ദിനിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് വിശ്വംഭരന് മുന്നേ സൂചന കിട്ടിയിരുന്നു. വലിയ കുടുംബത്തിലെ ചെക്കന്മാർക്ക് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അയാൾ അത് അത്രേ കരുതിയുള്ളൂ. പക്ഷെ കാര്യം കഴിഞ്ഞിട്ട് തന്റെ മകനെ ചോദിച്ചു വന്നാൽ അയാൾ കൊടുക്കുവോ? നിന്റെ മകള് വല്ലവന്റെയും കൂടെ കിടന്ന് വയറ്റിലുണ്ടാക്കിക്കൊണ്ട് വന്നാലേ അതെന്റെ മോന്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കണോടാ നായേ എന്നൊരു ചോദ്യത്തോടൊപ്പം രാമൻകുട്ടി അയാൾ അടിച്ചോടിച്ചു. ഇനി അനിയേട്ടനെ കണ്ടില്ലെങ്കിൽ താൻ മരിച്ചുപോകുമെന്ന് അച്ഛനോട് പറഞ്ഞു. രാമൻകുട്ടി വിലക്കിയിട്ടും ചാന്ദിനി അയാളുടെ കൂടെ അങ്ങോട്ട് വന്നിരുന്നു. വിശംബര മുതലാളിയുടെ കാലിൽ പിടിച്ച് കേണവൾ തന്റെ അച്ഛനെ ഉപദ്രവിക്കരുതെന്ന്. അനിയേട്ടനൊന്ന് കാണാനുള്ള അവസരം തന്നാൽ മതി, അനിയേട്ടൻ തന്നെ പറയും സത്യങ്ങളെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അയാൾ ചുണ്ടുകൊട്ടി ക്രൂരമായി ചിരിച്ച് തന്റെ ഭാര്യയെ നോക്കി. ആ ഒരു നിർവികാരമായ ഭാവത്തോടെ ഭർത്താവിന് നോക്കി നിൽക്കുകയായിരുന്നു. അനിരുദ്ധനെ കാണാനുള്ള അനുവാദം വിശംബരൻ ചാന്ദിനി കൊടുത്തു. അവൻ നിന്നെയും നിന്റെ കുഞ്ഞിനെയും നിഷേധിച്ച പിന്നെ നിങ്ങൾ ഇതും പറഞ്ഞ ഒരു കാലത്ത് ഈ മേലെടുത്ത പടിയാവിട്ടരുത് എന്നും പറഞ്ഞു. അങ്ങനെ ചവിട്ടിയ കുടുംബത്തോടെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. അനിയേട്ടൻ ഒരിക്കലും തന്നെ തള്ളിപ്പറയില്ലെന്ന് ഉറപ്പോടെ അവനെ കാണാൻ ചെന്നു. കിടക്കിയായിരുന്ന ആള്. ദേഹത്തെ മുറികൾ ഉണങ്ങിയിട്ടില്ല. തലയിലെ വലിയൊരു കെട്ടും മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തന്റെ അനിയേട്ടനാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയി. എന്നാലും ഇങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയില്ല എന്നോർക്കുമ്പോൾ ദൈവങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലായിരുന്നു. ചാന്ദിനിയുടെ കരച്ചിൽ കേട്ടിട്ട് തന്നെയാണ് അനിരുദ്ധ എഴുന്നേറ്റത്. മുന്നിൽ നിൽക്കുന്നവൾ അവന്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിട്ട് പോലും അനിരുദ്ധന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു ആ സമയം. പക്ഷെ അവന് ചോദിക്കേണ്ടി വന്ന അവളോട് ആരാണെന്ന്, എന്തിനാണ് കരയുന്നതെന്ന്. ചാന്ദിനിയുടെ കരച്ചിൽ നിമിഷ നേരം കൊണ്ടാണ് നിന്നത്. ഹരിനാഥ് എന്തോ കേട്ട പോലെ അനക്കമറ്റവൾ നിൽക്കുമ്പോൾ ഹരിപ്രിയാണെന്ന് പറഞ്ഞ് അനിയേട്ടന് പഴയതൊന്നും ഓർമ്മയില്ലെന്ന് ഞെട്ടിപ്പിടഞ്ഞ് അവനെ പിന്നെയും ചന്തു നോക്കി. ആർക്കു നേർക്ക് സംശയത്തോടെയുള്ള അപരിചയത്തോടെയുള്ള അനിയുടെ നോട്ടം. അതിൽ കൂടുതലൊന്നും സഹിക്കാൻ ചാന്ദിനി കഴിഞ്ഞില്ല. തളർന്നു വീണു പോകുമ്പോൾ അനിയുടെ എന്താന്നുള്ള വെപ്രാളം പൂണ്ടൊരു സ്വരം അവസാനമായി ചാന്ദിനി കേട്ടു. അവസാനമായിട്ട് അവനെ കാണുന്നു അന്ന് തന്നെ. അനിരുദ്ധന്റെ ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇനിയോ തിരിച്ചു വരാം, വരാതിരിക്കാം. എന്നാൽ എപ്പോൾ എങ്ങനെയെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അച്ഛൻ ആരോ വഴി അറിഞ്ഞതാണത്. ഇനി ആ നാട്ടിൽ നിൽക്കാൻ ആർക്ക് കഴിയില്ലായിരുന്നു. വിശ്വംഭര മുതലാളിയുടെ ഭീഷണിക്കപ്പുറം ആളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും. നാട്ടിലുള്ളതൊക്കെ വിറ്റുപെറുക്കി അച്ഛൻ പെങ്ങളുടെ നാട് ഇടപ്പള്ളിയിലേക്ക് പോവേണ്ടി വന്നു അവർക്ക്. ഗണേശൻ ചാന്ദിനിയേക്കാളും 12 വയസ്സോളം മൂത്തതാണ്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ പെങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഒരു വിവാഹത്തിനാൾ സമ്മതിച്ചിട്ടില്ല. മകൾ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ട വിഷമോർത്ത് നാണക്കേടോർത്ത് രാമൻകുട്ടി കാര്യങ്ങളെല്ലാം ഗണേശനോട് തുറന്നു പറഞ്ഞു. ചാന്ദിനിയെ താൻ വിവാഹം കഴിച്ചോളാം എന്നവൻ സമ്മതിച്ചു. പക്ഷെ ചാന്ദിനി സമ്മതിക്കുമോ? അനിയേട്ടനല്ലേ എല്ലാം മറന്നത്, അല്ലാതെ താനല്ലല്ലോ. തനിക്ക് ഈ ജന്മം അതൊക്കെ മറക്കാൻ പറ്റുമോ? എന്നാൽ ഗണേശൻ അവളോട് സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. ഗണേശൻ ഒരു പെൺകുട്ടിയുമായി ഒരിക്കലൊരു വിവാഹ ജീവിതം സാധ്യമല്ല.
ഇതിനു മുന്നേ ആളുടെ വിവാഹിച്ച ഒരു പെൺകുട്ടിയായിട്ട് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു താല്പര്യം ആൾക്ക് ഒരു പെൺകുട്ടിയോട് പോലും തോന്നിയില്ല. അപ്പോഴത്തെ കാലത്തായാലും സ്വന്തം ജെൻഡർ ആൾ സ്വയം തിരിച്ചറിഞ്ഞ അന്നേരമാണ്. ഇപ്പോൾ ചാന്ദിനിയെ പേരിനൊരു വിവാഹം കഴിച്ചാലും അയാൾക്ക് സ്വന്തം പെങ്ങൾ തന്നെയായിരുന്നു ചന്തു. ചാന്ദിനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. മറ്റാരെയും ആ കാര്യം അറിയിക്കാനുള്ള ധൈര്യം ഗണേശനുണ്ടായിരുന്നില്ല. ചാന്ദിനിയുടെ അച്ഛനും അമ്മയും തന്റെ മകളുടെ മനസ്സ് മാറിയെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയും ചെയ്തു. അനിരുദ്ധനല്ലാതെ മറ്റൊരു പുരുഷനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം തന്റെ മനസ്സ് മരവിച്ചിരുന്നാലും പാർത്തിക്ക് അതിന്റെ പേരിൽ യാതൊരു ആക്ഷേപവും ഉണ്ടാവരുതെന്ന് ചാന്ദിനിയും അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലും പാർത്തിക്ക് അവന്റെ അച്ഛനെ തിരിച്ചിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പുറം ലോകവും അവനും അവന്റെ അച്ഛൻ ഗണേശൻ തന്നെയാണെന്ന് അറിഞ്ഞാൽ മതിയെന്ന് ചാന്ദിനി നോവോടെയാണെങ്കിലും തീരുമാനിച്ചുറപ്പിച്ചു. അനിരുദ്ധനെ കുറിച്ച് പിന്നെ ചാന്ദിനി ഒന്നും അറിഞ്ഞില്ല. രാമൻകുട്ടി അറിയിച്ചില്ല. അറിയാൻ എന്റെ മോൾ ശ്രമിക്കരുതെന്ന് അവരുടെ കയ്യിൽ നിന്ന് സത്യം കൂടെ വാങ്ങിച്ചു അയാൾ. അച്ഛനോടും അമ്മയോടും ഇത്രയും തെറ്റ് ചെയ്തിട്ടും തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന അച്ഛൻ ആ വാക്ക് കൊടുക്കാതിരിക്കാൻ ചാന്ദിനിക്ക് എങ്ങനെ കഴിയും? അനിരുദ്ധനെ മറന്ന് ഗണേശന്റെ കൂടെ പുതിയൊരു ജീവിതം താൻ തുടങ്ങിയെന്ന് അവരെയും ചന്തു വിശ്വസിപ്പിച്ചു. അങ്ങനെ 10 വർഷം നീണ്ടു നിന്ന പ്രണയമില്ലാത്ത സാഹോദര്യവും സൗഹൃദം മാത്രം നിറഞ്ഞ കുടുംബജീവിതം ഗണേശൻ മരിച്ചതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. തെറ്റാണ്, നിന്നെ സമ്മതിക്കുന്ന ഇത്രയും വലിയൊരു സത്യം അമ്മയ്ക്ക് മറച്ചു വെക്കേണ്ടി വന്നു. എന്തൊക്കെ പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമാവില്ല. പക്ഷേ ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്കിപ്പോ നിന്നോട് പറയാൻ പറ്റുള്ളൂ. ചുവന്ന് ഇറങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറിയ മുഖവുമായിരിക്കുന്നവനെ നോക്കി അത്രയും പറഞ്ഞ് ചന്തു കണ്ണീർ വാർക്കുമ്പോൾ തിങ്കളും കേട്ട സത്യങ്ങളുടെ പകപ്പിൽ അനക്കമറ്റിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പാർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അവനെ സംബന്ധിച്ച് വെറും ഒരു സത്യം മാത്രമല്ലല്ലോ ഇത്. അവന്റെ പിതൃത്വമാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ കാമുകം മാത്രമല്ല, അത് തന്റെ അച്ഛനാണെന്ന്. പാർത്തിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ താഴേക്ക് ഉതിർന്നു വീണു. അതിൽ അനിരുദ്ധന്റെ ചിത്രത്തിൽ അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. അവന്റെ കവിളും മൂക്കിൻ തുമ്പും ചോര നിറമായി. കണ്ണിൽ നിന്ന് ഊർന്നു വീണ ഒരു നീർത്തുള്ളി ആ ഫോട്ടോയിലേക്ക് പതിച്ച നിമിഷം പാർത്തി കാറ്റുപോലെ എഴുന്നേറ്റ് അവന്റെ മുറിയിലേക്ക് പായുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ചാന്ദിനിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന തിങ്കളും ഞെട്ടി തല ഉയർത്തി. അപ്പോഴേക്ക് മുറിയിൽ നിന്ന് ബൈക്കിന്റെ കീ എടുത്താൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ചാന്ദിനിയും തിങ്കളും പുറത്തേക്ക് വരുമ്പോഴേക്കും ഗേറ്റ് കടന്ന് അവന്റെ ബൈക്ക് ചീറിപ്പാഞ്ഞു പോകുന്നതാണ് കാണുന്നത്. പാർത്തി പോയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. അവന് കുറച്ച് സമയം കൊടുക്കണമെന്നറിയാം. പക്ഷെ ചാന്ദിനിക്ക് വീട്ടിൽ നിന്ന് സമാധാനം കിട്ടുമോ? ഫോൺ എടുത്ത് അവനെ വിളിച്ചു നോക്കിയവർ. അപ്പോഴാണ് അവൻ ഫോൺ എടുക്കാതെയാണ് പോയതെന്ന് അറിഞ്ഞത്. അവനെ ഓർത്ത് പേടിച്ചിട്ട് ചാന്ദിനി തീയിൽ ചവിട്ടി നിൽക്കും പോലെയാണ് പിടയുന്നത്. മോളെ, നീ ഒന്ന് മിഥുനെ വിളിച്ച് നോക്ക്. അവനറിയായിരിക്കും പാച്ചു എങ്ങോട്ടാ പോകുന്നെന്ന്. ഇനി ചിലപ്പോൾ അവനടുത്തേക്ക് എത്തിക്കാണോ? പരവേശത്തോടെയുള്ള ചന്തുവിന്റെ പറച്ചിൽ. ഞാൻ വിളിച്ചു നോക്കാം ആന്റി എന്ന് പറഞ്ഞ് എങ്ങനെയോ അവരൊരിടത്ത് പിടിച്ചിരുത്തി സമാധാനിപ്പിച്ച് തിങ്കൾ മിഥുനെ വിളിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് അവൻ വീട്ടിലുണ്ട്. പാർത്തിയോ അങ്ങോട്ടേക്ക് വന്നോ എന്നാണ് അവൾ ആദ്യം ചോദിച്ചത്. ഇല്ല, അങ്ങോട്ട് അവൻ പോയിട്ടില്ല. അത്യാവശ്യമായി മിഥുവിനോട് വീട്ടിലേക്ക് വരാൻ തിങ്കൾ പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ച് അവനൊന്നും പേടിച്ചു. വേഗം വരാൻ പറഞ്ഞ് തിങ്കൾ കോൾ കട്ട് ചെയ്തു. മിഥുൻ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സ്ഥലത്തെത്തി. കാര്യങ്ങൾ അവനോട് തിങ്കൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞത്. എല്ലാവരെയും പോലെ തന്നെ സത്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തറക്കിട്ടാരോ കൂടം വെച്ച് അടിച്ച പോലെ ഒറ്റ നിൽപ്പായിരുന്നു മിഥുനും. ചാന്ദിനിയുമായി അനിരുദ്ധന്റെ പ്രണയബന്ധം പ്രതീക്ഷിച്ചതാണെങ്കിലും അതിനിടയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആ അനിരുദ്ധൻ സാറ് പാർത്തിയുടെ അച്ഛനാണെന്ന് മിഥുന് തന്നെ അത് സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ പാർത്തിയുടെ കാര്യം എന്തായിരിക്കും? എന്നാലും ചാന്ദിനിയുടെ കണ്ണീര് കണ്ട് ആന്റി വിഷമിക്കണ്ട, അവനെവിടെ ഉണ്ടോ എന്ന് എനിക്ക് ധാരണയുണ്ട്. ഞാൻ പോയി വിളിച്ചു വരാം, നിങ്ങൾ ടെൻഷൻ ആവണ്ടിരിക്കുക എന്ന് പറഞ്ഞ് മിഥുൻ അവിടുന്ന് ഇറങ്ങുന്നേരം മോളൂടെ ഒന്ന് ചെല്ലു, അപേക്ഷ പോലൊരു സ്വരം. അത് നിരസിക്കാൻ തിങ്കളിന് പറ്റിയില്ല. ഞാനും പോവാ ആന്റി എന്നവൾ സമ്മതിച്ചു. അതിനൊപ്പം തന്നെ ചാന്ദിനിയുടെ കണ്ണു രണ്ടും തുടച്ചു കൊടുത്തവൾ. ആന്റി, ഇനി അവനെ ഓർത്ത് കരയരുത്. ആന്റി വിചാരിക്കും പോലെ ആന്റി അവനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. വിധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വില്ലനായി വന്നത്. എന്നിട്ട് അവനൊരു ദുഃഖത്തിലേക്കും തള്ളിവിടാതെ പൊന്നുപോലെയല്ലേ ആന്റിയെ നോക്കിയത്, വളർത്തിയത്. സത്യങ്ങൾ അറിഞ്ഞൊരു പകപ്പ്, ആ ഒരു ഷോക്ക് മാത്രം പാർത്ഥിവിന്. അതൊന്നും മാറുമ്പോൾ പഴയ പോലെ തന്നെയാവും. ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വരാവനെ. അത്രയും പറഞ്ഞ് തിങ്കൾ പുഞ്ചിരിക്കുമ്പോൾ ചാന്ദിനിയുടെ മനസ്സൊന്ന് തണുത്തു. കവളിലുള്ളവളുടെ കൈയെടുത്ത് ചന്തു ചുണ്ടോട് ചേർത്ത് ഉമ്മ വെച്ചു. പിന്നെ അവളെ മുറുക്കിയൊന്ന് കെട്ടിപ്പിടിച്ചു. തിങ്കളും ചാന്ദിനിയും പുണർന്നു പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇട്ടിരുന്ന ചുരിദാറിന് മേലെ വീട്ടിൽ പോയൊരു ഷോൾ എടുത്തിട്ട് മിഥുന്റെ ബൈക്കിന്റെ പിന്നിൽ കയറിയത്. അവരാ പോകുന്ന നോക്കി കറങ്ങിയ കണ്ണോടെ മൻമുവിനൊപ്പം ഉമ്മറപ്പടിയിൽ ശൂന്യമായ ഹൃദയത്തോടെ അവരുടെ തിരിച്ചുവരും കാത്തിരുന്നു ചാന്ദിനിയും. അമ്പലത്തിന് പടിഞ്ഞാറ് വശം ഒരു പോക്കറ്റ് റോഡുണ്ട്. അത് നേരെ പോകുന്ന കുട്ടാടമ്പാടെന്നറിയപ്പെടുന്ന പാടത്തേക്കാണ്. തിങ്കളുടെ വീടിനടുത്തല്ല, ഇതാ നാട്ടിലെ വേറൊരു പാടം. മിഥുന്റെ ബൈക്ക് ആ പാടത്തിന്റെ വരമ്പത്ത് വലിയൊരു മാവിന്റെ ചുവട്ടിലായി വന്നു നിന്നു. തിങ്കൾ ബൈക്കിന്റെ പിന്നിൽ നിന്നിറങ്ങി ചുറ്റുമൊന്നും നോക്കി. മാവിനപ്പുറം മാറി പാർത്തിയുടെ ബൈക്കിലിരിക്കുന്നവൾ കണ്ടു. പക്ഷേ അവനവിടെയൊന്നും കാണുന്നില്ല. സംശയത്തോടെ തിങ്കളിന്റെ നോട്ടം മിഥുനിലേക്ക് തന്നെ എത്തി. ദേ അവിടെ. അവനടുത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുമ്പോൾ പാടത്തിനറ്റത്ത് വലിയ 4-5 വടിയിൽ കുത്തിവെച്ച ഒരു ഏറുമാടം പോലെ പണിതിരിക്കുന്ന സ്ഥലം. മിഥുൻ നടക്കുന്ന വഴിയിലൂടെ അവളും നടന്നു.
ചുട്ടുപൊള്ളുന്ന വെയിലിൽ പാടം വെട്ടിത്തിളങ്ങുന്നുണ്ട്. വരമ്പത്തൂടെ പോവാതെ പാടത്തിന്റെ അരികിലൂടെയാണ് അവരുടെ പോക്ക്. അധികം സമയം നടക്കാതെ അവർ ആ ഏറുമാടത്തിനരികിലെത്തി. ചെറിയ സ്റ്റോപ്പൊക്കെ ഉള്ളിലേക്ക് കയറാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പരിധിയുള്ള സ്ഥലം തന്നെയാണത്. മീതുവിന് പുറകെ തിങ്കളും ആ സ്റ്റെപ്പ് കയറി അകത്തേക്ക് എത്തിയതും കണ്ടു. അവിടെ ഇട്ടിരിക്കുന്ന വീതിയേറിയ ബെഞ്ചിൽ കൈ തലക്ക് മുകളിൽ വെച്ച് മറന്ന് കിടക്കുന്നവനെ. ദാ മീതുവിന്റെ ഉറക്കെയുള്ള വിളിയിൽ ചെക്കൻ തലയിരിച്ചു നോക്കി. മീതുവിനൊപ്പം തിങ്കളും അവന്റെ കണ്ണിൽ പെട്ടതും ചുവന്നു പോയ മുഖവും നിറഞ്ഞ കണ്ണുകളും അമർത്തി തുടച്ചുകൊണ്ട് പാർത്തി എഴുന്നേറ്റിരുന്നു. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഇരമ്പിക്കൊണ്ടിരിക്കുന്ന കടൽ ശാന്തമായിട്ടില്ല. അനിരുദ്ധൻ അവന്റെ അച്ഛനാണെന്ന് മനസ്സ് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത പോലെ. അതിലുപരി അവർക്ക് നഷ്ടപ്പെട്ട ഇത്രയേറെ വർഷങ്ങൾ. ഗണേശൻ ഒരച്ഛന്റെ സ്നേഹ മനുഷ്യൻ തനിക്ക് തന്നിട്ടുണ്ടോ എന്ന് പാർത്തിക്ക് ഓർമ്മയില്ല. അവന് 10 വയസ്സിനുള്ളിൽ തന്നെ ആള് പോയല്ലോ. പക്ഷെ എവിടെയെങ്കിലും പോയി വരുമ്പോൾ തനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന മിഠായികളിലോ കളിപ്പാട്ടങ്ങളിലോ അയാൾ സ്നേഹം കാണിച്ചിരുന്നു. അല്ലാതെ അമിതമായ വാത്സല്യം സ്നേഹമൊന്നും പാർത്തിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തനിക്കെല്ലാം തന്റെ അമ്മയായിരുന്നു, പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും. ഓരോ അച്ഛന്മാർക്കും പല സ്വഭാവങ്ങളാണല്ലോ. തന്റെ അച്ഛന്റെ സ്വഭാവം അതാണെന്ന് പാർത്തി വിചാരിച്ചു. അല്ലാതെ ഇതുകൊണ്ടൊന്നും തന്റെ അച്ഛനല്ല ഇതെന്ന് ഇതുവരെ പാർത്തിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഇന്നിവിടെ തിരുത്തപ്പെട്ടിരിക്കുന്നത്. പാർത്തി ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് വടികൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന കൈവരിയിൽ പിടിച്ചു നിന്നു. പരന്നു കിടക്കുന്ന ആ പാടത്തേക്ക് വെറുതെ നോക്കി. പാർത്തി മിഥുൻ അവനടുത്തായി വന്നു നിന്നു. പുതിയ വിശേഷം അറിഞ്ഞില്ലേ നീ? എനിക്കെന്റെ യഥാർത്ഥ ഫാദറിനെ ഇപ്പോഴാണ് കിട്ടിയത്. അനിരുദ്ധൻ. നീ പറഞ്ഞ പോലെ അമ്മയെ കെട്ടിച്ചു കൊടുത്തത് എനിക്ക് അച്ഛാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാ അത്. പക്ഷെ ഞാൻ അറിയുന്ന ഇപ്പോഴാ. അല്ല, ഞാനിപ്പോഴെങ്കിലും അറിഞ്ഞു. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക് ഇപ്പോഴൊന്നും അറിയില്ല. കണ്ട നിമിഷം തന്നെ കരണടിച്ച് പൊട്ടിച്ച സ്വന്തം മകനെയാണെന്ന് അറിയുമ്പോൾ ആൾക്ക് വിഷമമുണ്ടാവും. ഹേയ്, എന്ത് വിഷമമല്ലേ? ഒരു നിമിഷം കൊണ്ടൊക്കെ ഏതോ ഒരുത്തരം മകനായിട്ട് കാണാൻ ആൾക്ക് പറ്റുമോ? എനിക്ക് തന്നെ അച്ഛനായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും അടി അതൊരു നല്ല തമാശയായി അല്ലേടാ. ചുണ്ടിലൊരു ചെറിയ ചിരിയോടെയുള്ള അവൻ്റെ നീണ്ട ഒരു സംസാരം. പക്ഷെ ആ ചിരിയിൽ തെളിഞ്ഞു കാണുന്ന നോവും അവനോട് തന്നെയുള്ള പരിഹാസവും സംസാരത്തിലെ ഇടർച്ചയും കണ്ടു നിൽക്കുന്ന അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മുന്നിൽ നിൽക്കുന്ന തന്റെ പാർത്തി തന്നെയാണോ എന്ന് തോന്നിപ്പോയി മിഥുന്. അത്രമാത്രം തളർന്നു പോയിട്ടുണ്ടവൻ. എന്താടാ? മിഥു അവന്റെ തോളിലൂടെ കൈയിട്ട് തന്റെ ദേഹത്തേക്ക് അമർത്തി പിടിച്ചു. പാർത്തി അതിന് അവനെ നോക്കി വെറുതെ പുഞ്ചിരിച്ചതേയുള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ലടാ, അല്ലെങ്കിൽ ഞാൻ എന്നെ അതിനെ വിഷമിക്കുന്നേ. ഒന്നും അറിയാതെയാണെങ്കിലും പാർത്തി ഇത്ര നാൾ നല്ല സന്തോഷത്തിലും സുഖത്തിലും തന്നെയല്ലേ ജീവിച്ചത്. പക്ഷെ എൻ്റെ അമ്മയുടെ ഉള്ളം നീർന്ന് മാത്രം കാണാൻ എനിക്ക് പറ്റില്ലടാ. അമ്മയ്ക്കിത് മുന്നേ എന്നോട് പറയായിരുന്നില്ലേ? പാർത്തി അവനത് പറഞ്ഞു നിർത്തിയ നിമിഷം തന്നെ തിങ്കളിന്റെ വിളി കേട്ട് പാർത്തി തലയരിച്ച് നോക്കുമ്പോൾ അവൾ തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ട്. ആന്റി നിന്നോട് ഇത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ നീ നിന്റെ അച്ഛനെ അന്വേഷിച്ച് പോയില്ലേ? ചിലപ്പോൾ അത് നിനക്ക് വേണ്ടി ആയിരിക്കില്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ടി അല്ലേ? പോയില്ലേ? തിങ്കൾ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു തുടങ്ങുമ്പോൾ തലയാട്ടിപ്പോയി അവൻ. അതാണ് നിന്റെ എടുത്തിയാട്ട സ്വഭാവം അറിയുന്നോണ്ടാ ആന്റി നിന്നോട് ഇതുവരെയൊന്നും പറയാതിരുന്നത്. ഇപ്പൊ നിന്റെ അച്ഛന് മറ്റൊരു കുടുംബം ഇല്ലെന്നുള്ളത് ശരി, പക്ഷെ ആൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ കയറി ചെല്ലുമ്പോൾ നിന്റെ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നീ ഇതൊന്നും ചിന്തിക്കില്ല. വാശിയും ദേഷ്യക്കില്ല ആദ്യം മുന്നിൽ, പക്ഷെ ആൻറ്റി അത് ചിന്തിക്കും. അതാണ് ആൻറ്റി ഒന്നും പറയാതിരുന്നത്. ഇപ്പൊ പിന്നെ നിന്റെ അച്ഛൻ്റെ വിധി തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇനി നീ ചെയ്യേണ്ടത് മനസ്സുകൊണ്ടെല്ലാം അംഗീകരിക്കാവുന്നതാണ്. ഇനിയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയെ വേദനിപ്പിക്കരുത്. കൂടെ നിന്റെ അമ്മയെ മാത്രം മനസ്സിലിട്ട് ജീവനവും ജീവിതവും മുന്നോട്ടുകൊണ്ടുവന്ന നിന്റെ അച്ഛനെയും. ഇത്രയൊന്നും പറയണം തിങ്കളും വിചാരിച്ചല്ല, പക്ഷേ മിഥുനെ പോലെ അവൾക്കും തോന്നിപ്പോയി ഇത് താൻ ഇത്രയും നാൾ കണ്ട പാർത്ഥിവ് അല്ലെന്ന്. എന്താണ് അവനിങ്ങനെ വാടി നിൽക്കുന്നത്? അവനിങ്ങനെ വാടി നിൽക്കുന്നത് കാണാൻ അവൾക്ക് പറ്റുന്നില്ല. ഇപ്പൊ നോക്ക്, അവൾ ഈ വഴക്ക് പറഞ്ഞതിന്റെ ഫലമായി ആ മുഖത്ത് പരിഭവം നിറഞ്ഞിട്ടുണ്ട്, ദേഷ്യം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെ വേദനിപ്പിക്കാനാ? അത്രയും ദുഷ്ടനൊന്നല്ല ഞാൻ. വെറുതെ ഓരോന്ന് വിളിച്ചു പറയേണ്ട നീ. ദേഷ്യവും വാശി നിറഞ്ഞവന്റെ സ്വരം അത് കേട്ട് മിഥുന്റെ മുഖവും ഇടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് പാർത്തിയായത്. അന്നേരം തന്നെ മിഥുവിന്റെ ഫോൺ ബെല്ലടിച്ചു. ചാന്ദിനിയാണ്. ആനന്ദെടുത്ത് അപ്പുറത്തേക്ക് മാറി. എന്നാ പിന്നെ വരാൻ നോക്ക്, ആന്റിയോടെ വിഷമിച്ചിരിക്കുക. നീ ഇവിടെ വന്നിട്ട് എത്ര സമയമായെന്നറിയോ? ശാസനയോടെ തന്നെയുള്ള അവളുടെ പറച്ചിൽ. അതിനവനൊന്നും മിണ്ടിയില്ല. പാർത്ഥിവ് വീണ്ടും പെണ്ണിന്റെ വിളി. അമ്മയ്ക്ക് വേണ്ടിയാണോ നീ എന്നെ വിളിക്കാൻ വന്നേ? അതെ. പറയാൻ തിങ്കളൊട്ടും സമയമെടുത്തില്ല. കുശുമ്പോടെ വീർത്ത മുഖവുമായി അവനൊന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു. കള്ളം പറയരുത് നീ വരാൻ നോക്ക് പാർത്ഥിവ്. തിങ്കൾ അവനെ കണ്ണുരുട്ടി നോക്കി. എന്നാ എനിക്കൊരു ഹഗ് തരുമോ? കൈ രണ്ടും വിടത്തി പിടിച്ചുള്ള അവന്റെ ചോദ്യം. ആളുടെ കണ്ണെന്ന് വിഴിഞ്ഞു. അപ്പുറത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്ന മിഥുനും ചെക്കൻ്റെ ഈ സംസാരം കേട്ട് അമ്പട വീര, ഇതിനിടയിൽ കൂടി അവന്റെ ഒരു ലൈഫ് വഴി നോക്കണേ. അവസരം ഒന്നും പാഴാക്കില്ല തെണ്ടി. പിറുവിരുത്തു. ഒരെണ്ണം തായന്റെ തങ്കി പ്ലീസ്. ഇതിന്റെ പേര് ഞാൻ വേറെ ഒന്നും വിചാരിക്കില്ല, പ്രോമിസ്. നീ എന്നൊന്ന് അമർത്തി കെട്ടിപ്പിടിക്കടി. കെഞ്ചും പോലെയുള്ളവന്റെ പറച്ചിലിൽ തിങ്കളവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എപ്പോഴത്തെയും പോലെ ഒരു കള്ളത്തിരിപ്പോൾ അവന്റെ മുഖത്ത് അവൾ കാണാൻ പറ്റിയില്ല. പകരം ഒരു കെട്ടിപ്പിടുത്തം, ചേർത്ത് പിടിക്കൽ അവന്റെ മനസ്സും ശരീരവും അത്രയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തിങ്കളിന് തോന്നി.
അതുകൊണ്ടാണ് ആൾ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആളുടെ കയ്യിൽ നിന്ന് നല്ല ആട്ടും തല്ലിയും വാങ്ങിച്ചെടുക്കുന്നതിൽ താൻ ഇന്ന് സാക്ഷിയാവുമല്ലോ എന്നോർത്ത് ആരെയും നോക്കി നിൽക്കുന്ന ഇതിനെ ഞെട്ടിച്ചുകൊണ്ട് തിങ്കൾ പാർത്തിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് അവന്റെ കൈകൾക്കിടയിലൂടെ ചുറ്റിപ്പിടിക്കുമ്പോൾ പാർത്തിയും ഒന്ന് ഞെട്ടി ഫ്രീസായി പോയി. അവന്റെ തോളിനൊപ്പമേ അവൾക്ക് പൊക്കമുള്ളൂ. 5 സെക്കൻഡ് അവൾ തികച്ചു നിന്നോ എന്നറിയില്ല. അവന്റെ പുറത്ത് 2 തട്ട് തട്ടി അവൾ അകന്ന് മാറിപ്പോയിട്ടും കൈയും വിടർത്തി അതേ പൊസിഷനിൽ അവളെ കണ്ണു വിടർത്തി നോക്കി നിൽക്കുകയാണ് അവൻ. തിങ്കൾ അവനെ നോക്കി തിരിച്ചിറങ്ങി പോകുമ്പോൾ മിതുവും ബോധം തിരിച്ചു വന്ന് പാർത്തിയുടെ അടുത്തേക്ക് ചാടി. ഇതുറപ്പാടാ, അവൾക്ക് നിന്നോടെന്തോ ഫീലിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടോ? ഇത്ര നാൾ നിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ തുടങ്ങി. ഞാൻ പറയാൻ മോനെ, നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കടാ, കിട്ടും, ഇവളും നിനക്കുള്ളതാ. മീതു ഉറപ്പിച്ച് പറഞ്ഞിരുത്തുമ്പോൾ പാർത്തി അവനെ വെറുതെ നോക്കി. അതെ, അവള് നീ കൊണ്ടുവന്നോ? ചെറുതായിട്ടെങ്കിലും തെളിഞ്ഞ പാർത്തിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ ഇപ്പോഴത്തെ സങ്കടം മുഴുവനായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് മീതു പറഞ്ഞതും, അല്ലേലും ഞാൻ അവളെ കൊണ്ട് പോവും എന്ന് പറഞ്ഞ് ചെക്കൻ ചുണ്ടെന്ന് കൂട്ടി അങ്ങ് പോകുമ്പോൾ മിഥുനും പല്ലടിച്ചു. തനി സ്വഭാവം പുറത്തു വന്ന അവന്റെ. മിഥുൻ പോകുന്ന നോക്കി പാർത്തിയുടെ ബൈക്കിന് പിന്നിൽ ഒരു നിശ്വാസത്തോടെ കയറിയിരിക്കുമ്പോൾ തിങ്കളിന്റെ ഹൃദയമിടിപ്പ് ഇപ്പോഴും താളത്തിലായിട്ടില്ല. എന്തോ ഒരു തോന്നലിൽ അവനെ പോയി കെട്ടിപ്പിടിച്ചു. ഇപ്പൊ അത് വേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. പാർത്തിക്കാണെങ്കിൽ ഇത്ര നേരം തന്നെ അരട്ടുന്നൊക്കെ ഒരു നിമിഷത്തേക്ക് മറന്നു പുറകിലിരിക്കുന്നവളെ കുറിച്ച് മാത്രമായി അവന്റെ ചിന്ത. അതെ, നേരത്തെ പോലെ തന്നെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചിരുന്നാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടാ. കുസൃതിയോട് അവന്റെ ശബ്ദം. പെണ്ണിന് മുഖത്ത് ദേഷ്യം നിറയുന്നവൻ റിയർ വ്യൂ മിററിലൂടെ കണ്ടു. പിന്നെ ഞാൻ നിന്നോടൊന്നും വിചാരിക്കില്ലെന്ന് പറഞ്ഞ് വെറുതെ കേട്ടോ. എനിക്ക് ഉറപ്പായി നിനക്ക് എന്നോടൊരു ഇത്തിരി അല്ല ഒത്തിരി ഇഷ്ടമുണ്ടാവും. കുറുമ്പോടെ അവൻ പിന്നെയും പറയുമ്പോൾ ഏത് പൊട്ടബുദ്ധിക്കാണ് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നിയെന്ന് ആലോചിച്ച് തിങ്കൾ തലയിൽ കൈവച്ചു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.